ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. യൂദയുടെ ലേഖനം 21 വാക്യം നമുക്ക് വായിക്കാം. യൂദ 21. ഞാൻ വായിക്കാം. നിത്യജീവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നു ദൈവ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. നമുക്കറിയാം, നമ്മളെ കർത്താവ് രക്ഷിച്ചു, ദൈവത്തിൻ്റെ മക്കളാക്കി. നമ്മൾ രക്ഷിക്കപ്പെട്ട അടുത്ത ദിവസം നമ്മൾ സ്വർഗത്തിലേക്ക് പോയില്ല. നമ്മളിപ്പോൾ കേട്ടതുപോലെ ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്ര പോലെ നമ്മൾ ഈ ലോകത്തിലൂടെ യാത്ര ചെയ്യുക. പിശാചിൻ്റെ സാന്നിധ്യം പോലും ഇല്ലാത്ത ഒരു സ്വർഗത്തിൽ നാം എത്തും. പക്ഷെ അതുവരെയും നമ്മൾ ഈ ഭൂമിയിൽ ലോകം, ജഡം, പിശാച് ഇവയുടെ എല്ലാ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളുള്ള ലോകത്തിൽ കൂടെ, മരുഭൂമിയിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യുക. അപ്പോൾ ഒരു മുന്നറിയിപ്പ് വേദപുസ്തകത്തിൽ തരികയാണ്. സൂക്ഷിക്കണം. എന്തിനെ കൊണ്ട് സൂക്ഷിക്കണം? ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളി. ദൈവസ്നേഹത്തിൽ നമ്മളെ തന്നെ സൂക്ഷിക്കണം. നമുക്കെല്ലാവർക്കും അറിയാം, ദൈവം നമ്മെ സ്നേഹിക്കുന്നു. അടിസ്ഥാനപരമായ അറിവാണ്. രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ നമ്മൾ കേൾക്കുകയാണ്. നമ്മളൊക്കെ വിശ്വസിക്കുന്നു ദൈവം നമ്മെ സ്നേഹിക്കുന്നു. പക്ഷേ ആ അറിവ് അത്ര ആഴത്തിൽ വേരൂന്നിയതാകണമെന്നില്ല. ചില മരങ്ങളൊക്കെ നിൽക്കുന്ന കണ്ടാൽ തോന്നും, അവൻ നിപ്പ് കണ്ടാൽ തോന്നും എത്ര കൊടുങ്കാറ്റടിച്ചാലും വീഴത്തില്ല, അവൻ്റെ വേരാഴത്തിൽ പോയി എന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഒരു കൊച്ചു കാറ്റിൽ അത് മറിഞ്ഞു വീണ് കഴിയുമ്പോഴാണ് അറിയുന്നതിന് വേരില്ല, അധികം വേരില്ല. അതുപോലെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാം അറിയാമെന്നും അത് വലിയ ശക്തമായ ബോധ്യമാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആദ്യം ചിന്തിക്കുന്നതും ചോദിക്കുന്നതുമായ ചോദ്യം എന്താണ്? ദൈവം എന്നെ സ്നേഹിക്കുന്നു. ദൈവം എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എനിക്കിത് സംഭവിക്കുന്നു. ബസ് മിസ്സായാൽ മതിയായിരിക്കും, അല്ലെങ്കിൽ കാറിൻ്റെ പെട്രോള് തീർന്നിട്ട് വഴിയിൽ നമ്മൾ നിന്ന് പോയാൽ മതിയായിരിക്കും. നമ്മൾ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, ദൈവം എന്നെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് യൂദ പറയുന്നത്, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിങ്ങളെ സൂക്ഷിക്കണം. അതായത് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ള ആ അറിവ് അത്ര രൂഢമൂലമായിരിക്കണം. ഒരിക്കൽ പോലും ആ ചിന്ത ഉണ്ടാകരുത്. ഇപ്പം നമുക്ക് ക്ഷീണം വന്നു, നമുക്ക് വിശപ്പ് വന്നു, അല്ലെ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, ഉടനെ നമ്മൾ ആദ്യം ചിന്തിച്ചിരുന്നു ഇവിടെ ഓക്സിജൻ ഇല്ലാത്തതുകൊണ്ടാണോ? ഇല്ല, നമുക്ക് ഉറപ്പാണ് ഇവിടെ ഓക്സിജൻ ഉണ്ട്. നമ്മൾ വേറെ പലതും ചിന്തിക്കും, പക്ഷെ ഓക്സിജൻ ഭൂമിയിൽ ഇല്ലാത്തതുകൊണ്ടാണോ നമ്മൾ ചിന്തിക്കുക? അത് ഉറപ്പുള്ള കാര്യമാണ്. ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളത് അത്ര നമ്മൾ ഉറപ്പിക്കണം. ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 1 യോഹന്നാൻ 3:1 വാക്യം. 1 യോഹന്നാൻ 3:1. കാണുവിൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം നമുക്ക് അത്ര വലിയ സ്നേഹമാണ് നൽകിയത്. അവിടെ ഉപയോഗിക്കുന്ന വാക്ക് ഇതാണ്, എത്ര വലിയ സ്നേഹം. നമ്മളെല്ലാം സ്നേഹിക്കുന്നവരാണ്. പക്ഷേ നമുക്കറിയാം, സ്നേഹത്തിനൊക്കെ ഒരു പരിധിയുണ്ട്. വെള്ളത്തിൽ വളരെ സ്നേഹിക്കുന്ന ഭർത്താവും ഭാര്യയും കൂടി വീണാൽ കുറേയൊക്കെ ശ്രമിക്കും ഭർത്താവ് രക്ഷിക്കാൻ, ഭാര്യ രക്ഷിക്കാൻ. പിന്നെ പറ്റുന്നില്ല എന്നാൽ എത്ര വേദന നീന്തി കര പറ്റും, അത്രയൊക്കെ നമുക്ക് പറ്റുള്ളൂ. അതൊന്നും പാവമോ അതൊക്കെ ദോഷമോ അതൊക്കെ നമ്മുടെ നേച്ചറിലുള്ളതാണ്. സ്വയ രക്ഷയ്ക്ക് വേണ്ടിയുള്ള സിസ്റ്റം നമ്മിലുണ്ട്. പക്ഷെ ദൈവത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്, സ്നേഹിതന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല. കർത്താവ് തൻ്റെ ജീവൻ നൽകി നമ്മെ സ്നേഹിച്ചു. എത്ര വലിയ സ്നേഹം നമുക്ക് നൽകി. എഫേസ്യ ലേഖനം 2:4 വാക്യം. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം. ആദ്യം നമ്മൾ വായിച്ചത് വലിയ സ്നേഹം, ഇപ്പം നമ്മൾ വായിക്കുന്നത് മഹാസ്നേഹം. യിരെമ്യാവ് 31:3.
യഹോവ ദൂരത്ത് നിന്ന് എനിക്ക് പ്രത്യക്ഷമായി അരുളി ചെയ്തത്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. നിത്യ സ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കറിയാം, നമുക്കൊരാളോടുള്ള സ്നേഹം നഷ്ടപ്പെടാൻ ഒരു ചെറിയ സംഭവമുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ വായിക്കുന്നത് നിത്യസ്നേഹത്താൽ നമ്മെ സ്നേഹിച്ചു. നിത്യസ്നേഹം. യേശു പറഞ്ഞ ഒരു ഉപമയിൽ ഒരു ഇടയന് 100 ആടുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം വഴിതെറ്റിപ്പോയി. വഴിതെറ്റിപ്പോകുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇടയൻ്റെ പ്രശ്നം കൊണ്ടല്ല, ആടിന് തൻ്റെ വഴിയിൽ പോകണം. അങ്ങനെ വഴിതെറ്റിപ്പോയാൽ നമ്മളൊക്കെ പറയുന്ന പല പ്രയോഗങ്ങളുണ്ട്. തുമ്മിയാ തെറിക്കുന്ന മൂക്കാണെങ്കിൽ പോട്ടെ എന്നൊക്കെ പറയും. അങ്ങനെ വിട്ടുകളയുന്ന ഒരു സ്നേഹമല്ല ദൈവത്തിൻ്റെ സ്നേഹം. അതുകൊണ്ട് ആ നഷ്ടപ്പെട്ട ഒന്നിൻ്റെ പുറകെ അന്വേഷിച്ച് പോകുന്ന സ്നേഹം, നിത്യസ്നേഹം. ദൈവത്തിൻ്റെ സ്നേഹം നിത്യമാണ്. ദൈവം നമ്മെ സ്നേഹിച്ചു. വേദപുസ്തകത്തിൽ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു വാക്യമാണ് യോഹന്നാൻ 3:16. ഒരാൾ പോലും നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം ചെയ്ത തെറ്റിൻ്റെ അടിസ്ഥാനത്തിലല്ല, നാം ചെയ്ത തെറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നശിച്ചു പോകുന്നത്. പക്ഷെ അതിന് വില കൊടുത്ത ആരാണ്? ദൈവം. ഒരാൾ പോലും നശിച്ചു പോകാതിരിക്കാൻ ദൈവം തൻ്റെ പുത്രനെ ക്രൂശിൽ തകർക്കുവാൻ അനുവദിച്ചു. നമുക്കറിയാം, നമുക്ക് രോഗം വന്നാൽ അത്ര പ്രശ്നമില്ല, മക്കൾക്ക് രോഗം വന്നാൽ ബുദ്ധിമുട്ടാണ്. ഇവിടെ പിതാവായ ദൈവം അല്ല തൻ്റെ ജീവൻ നൽകിയത്, തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ തകർത്ത് കളയുവാൻ ഇഷ്ടം തോന്നി. പുത്രനായ യേശു കടന്നുപോയ എല്ലാ അനുഭവങ്ങളിലും ആ പിതാവിൻ്റെ വേദന. പക്ഷേ നിത്യസ്നേഹത്താൽ നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നാം ആരും നശിച്ചു പോകാതിരിക്കാൻ യേശു ക്രൂശിൽ യാഗമായി തീർന്നു. നമ്മൾ ആദ്യം വായിച്ചത് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളു. അത്ര എളുപ്പമല്ല. അതുകൊണ്ട് ഇത് നമ്മുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചേരും. ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മുടെ പേഴ്സണാലിറ്റിയെ, വ്യക്തിത്വത്തെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ അറിവുകളല്ല, ബോധമനസ്സിലുള്ള അറിവുകളല്ല, സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ഉപബോധ മനസ്സിലുള്ള അറിവുകളാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുമ്പോൾ അകത്തളത്തിലേക്ക് പോയ ചില കാര്യങ്ങൾ, ചിലപ്പോൾ ചെറിയ പ്രായത്തിലുണ്ടായ ഒരു കൊച്ചു കളിയാക്കലായിരിക്കും. അതാണ് ഇപ്പോൾ 55 വയസ്സ്, എൻ്റെ വയസ്സിൻ്റെ കാര്യമാണെങ്കിൽ പറയുന്നത്, 55 വയസ്സായിട്ട് എൻ്റെ പേഴ്സണാലിറ്റിയെ കൺട്രോൾ ചെയ്യും. പക്ഷെ അത് ഞാൻ അറിയത്തില്ല. ഞാൻ പുറമേ പറയുന്നത്, അവൻ എന്നോട് അത് പറഞ്ഞില്ലേ, അവൻ എന്നോട് ഇത് പറഞ്ഞില്ലേ, അവനത് ചെയ്തില്ലേ എന്നൊക്കെ ഞാൻ പറയുന്നത്. പക്ഷേ എൻ്റെ പേഴ്സണാലിറ്റിയെ കൺട്രോൾ ചെയ്യുന്നത്, പേഴ്സണാലിറ്റി രൂപപ്പെടുത്തിയത്, അല്ലെ പേഴ്സണാലിറ്റി നിയന്ത്രിക്കുന്നത് അന്നത്തെ ഒരു കൊച്ചു മുറിവോ അറിവോ ഒക്കെ അത് കിടക്കുവാണ്. ആ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇറങ്ങിച്ചെന്ന് ആഴത്തിൽ കിടക്കേണ്ട, സബ് കോൺഷ്യസ് മൈൻഡിൽ മാത്രമല്ല, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോയി കിടക്കേണ്ട ഒരു അറിവാണ് ദൈവനെ. അങ്ങനെ അതെൻ്റെ ഉള്ളിൽ അത്രമാത്രം വേരൂന്നുക എന്നൊരു പ്രയോഗമുണ്ട് ബൈബിൾ, വേരൂന്നുക. അങ്ങനെ വേരൂന്നിയില്ലെങ്കിൽ ജീവിതത്തിലുണ്ടാകുന്ന ചില വേദനകളിൽ, ചില പ്രയാസങ്ങളിൽ, ചില പ്രശ്നങ്ങളിൽ നമ്മൾ ചോദിക്കും, ദൈവം എന്നെ സ്നേഹിക്കും. മലാക്കിയുടെ പുസ്തകത്തിൽ അവർ ചോദിച്ച ചോദ്യം അതാണ്. മലാക്കി, യഹോവ അരുളി ചെയ്യുന്നു, രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ, അതിനു മുൻപേ സ്നേഹിച്ചു, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ സ്നേഹിച്ചു, പക്ഷെ അറിവ് തുടങ്ങിയത് രക്ഷിപ്പെട്ടതിന് ശേഷമാണ്. അന്ന് മുതൽ ദൈവം പ്രകൃതിയിലൂടെ കാറ്റടിപ്പിച്ചപ്പോൾ, നമ്മൾ മൂന്നാറിൽ പോയപ്പോൾ അവിടെ കണ്ട പ്രകൃതി, കിളിയുടെ കരച്ചില്, അങ്ങനെ എന്ന് വേണ്ട എല്ലാറ്റിലൂടെയും ദൈവം തൻ്റെ സ്നേഹം നമ്മെ അറിയിച്ചു. വേദപുസ്തകം വായിക്കുമ്പോൾ ജീവിതത്തിലുള്ള പ്രതിസന്ധികളിലൊക്കെ ദൈവം നമ്മളെ പഠിപ്പിച്ചു, ഞാൻ നിന്നെ സ്നേഹിക്കും. എത്രയോ സംഭവങ്ങളിലൂടെ
ദൈവം നമ്മളെ പഠിപ്പിച്ചു, ഞാൻ നിന്നെ സ്നേഹിക്കും. എത്രയോ കാഴ്ചകളിലൂടെ, എത്രയോ അനുഭവങ്ങളിലൂടെ കർത്താവിൻ്റെ പ്രേമഗീതങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ പണ്ടാരോ കാട് കാണാൻ ചെന്നിട്ട് പറഞ്ഞു, ഈ മരങ്ങൾ കൊണ്ട് കാട് കാണാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ പോലെ ഒരു പ്രകൃതി കാണാൻ പോയാലും ഒരു നല്ല കടൽ കാണാൻ പോയാലും നമ്മുടെയൊക്കെ ചിന്ത വേറെ ആയതുകൊണ്ട് ഈ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ശബ്ദവും നമ്മൾ കേൾക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കർത്താവ് പറഞ്ഞു, ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം ഓർമ്മിപ്പിച്ചു. ഇതൊക്കെ ഏറ്റവും കാതലായ അറിവല്ല. ഏറ്റവും കാതലായ അറിവെന്ന് പറഞ്ഞാൽ ക്രൂശാണ്. യോഹന്നാൻ 3:16 യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ സിംബലാണ്. ഈ വിവാഹം കഴിഞ്ഞു എന്നതിന് നമ്മൾ വെഡ്ഡിങ് റിംഗ് ഇടാറുണ്ട്. മറ്റ് പലതിനും നമ്മൾ അടയാളങ്ങൾ പലതും ഉപയോഗിക്കാറുണ്ട്. ദൈവം നമ്മെ സ്നേഹിച്ചു, ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും കാതലായ അടയാളമാണ് ക്രൂശ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. പക്ഷേ ജീവിതത്തിലെ ചില പ്രതിസന്ധികളിൽ നമ്മൾ മനസ്സിലെങ്കിലും ചോദിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ഏതൊന്നിനാൽ അറിയാം? നീ എന്നെ സ്നേഹിക്കുന്നത് ഏത് കാര്യം കൊണ്ട് അറിയാം? ഏത് കാര്യം കൊണ്ട് അറിയാം? ദൈവം ഇത്രയൊക്കെ കാണിച്ചാലും എൻ്റെ മനസ്സിലൊരു വഴിയുണ്ട്, അത് ചെയ്താൽ മാത്രമേ. മലാക്കിയുടെ പുസ്തകത്തിൽ ഇസ്രായേൽ മക്കൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഏതൊന്നുകൊണ്ട് ഞാൻ അറിയും? അപ്പം നമ്മൾ ചിന്തിക്കും, ഓക്കെ, ദൈവം നമ്മളോട് കരുണ കാണിച്ച് അതിലൂടെ സ്നേഹം അറിയിച്ചാൽ തീരുന്നില്ല. അപ്പം അടുത്ത എൻ്റെ മൂത്ത മോളുടെ കല്യാണം കഴിഞ്ഞു, എങ്ങനെ ദൈവം എന്നെ സ്നേഹിക്കുന്ന അറിയാം? കല്യാണം നടത്തി തന്നാൽ അറിയാം. അപ്പോൾ കല്യാണം കഴിഞ്ഞു, ഇനി എങ്ങനെ അറിയാം? ഇനി എൻ്റെ മകൾക്കൊരു കുഞ്ഞിനെ കൊടുത്താൽ അറിയാം. അപ്പം വിചാരിച്ചു, തീർന്നു, ഇതോടുകൂടി തീർന്നു. കർത്താവ് ഈ അവസാനത്തെ ചോദ്യം ഇനി ഞാൻ ചോദിക്കത്തില്ല. അബ്രഹാം ചോദിച്ചതുപോലെ ഒറ്റ പ്രാവശ്യം കൂടി ചോദിക്കാം, ഇനി ചൂടാകരുത്. ഒറ്റ പ്രാവശ്യം. ഏതൊന്നിനാലറിയാം? ദൈവത്തിന് വേറെ വഴിയില്ല. ദൈവത്തിന് വേറെ വഴിയില്ല. നമ്മൾ വിശ്വസിക്കും. ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് ദൈവം ഇത്രയൊക്കെ പറഞ്ഞു, ചോദിക്കാതെ എത്രയോ വഴികളിലൂടെ എൻ്റെ ജീവിതം, ഞാൻ എൻ്റെ 18ാമത്തെ വയസ്സ് രക്ഷപ്പെട്ടു, എനിക്കിപ്പോൾ ഇത്ര വയസ്സായി, ഇത്ര വർഷം കൊണ്ട് ദൈവം എത്രയോ കാര്യങ്ങളിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം എന്നെ കാണിച്ചു, എന്നെ പഠിപ്പിച്ചു. ദൈവത്തിൻ്റെ വചനത്തിലൂടെ കാണിച്ചു. യേശു ക്രൂശിൽ മരിച്ചു കാണിച്ചു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും കാണിച്ചു. ഇനി എൻ്റെ ആവശ്യം അതിനെ വിശ്വസിക്കുക. എങ്ങനെ ഈ ആഴത്തിലേക്ക് ഇറങ്ങുന്നത്? ആഴത്തിലേക്ക് ഇറങ്ങുന്ന ഒറ്റ ഉദാഹരണം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. എൻ്റെ കുഞ്ഞിനെ ഡോക്ടറാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചാൽ ആ ആഗ്രഹം ഞാൻ ചെറിയ പ്രായം മുതൽ ധ്യാനിച്ചു കൊണ്ടിരുന്നാൽ അത് ആഴത്തിലേക്ക് ഇറങ്ങുന്ന ചിന്തയായി എൻ്റെ വ്യക്തിത്വത്തെ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രേരക ശക്തിയായി മാറും. കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പാടുമ്പോൾ ഒന്ന് കണ്ണ് നനയട്ടെ. തേടി വന്നു ദോഷിയാം എന്നെയും നാഥ. അങ്ങനെയുള്ള പാട്ടുകൾ, ദൈവത്തിൻ്റെ വചനം, ധ്യാനത്തിങ്കൽ തീ കത്തി. ധ്യാനിക്ക്. കർത്താവ് നമ്മളെ സ്നേഹിക്കും. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളൂ. വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ പലവിധ കാറ്റുകൊണ്ടും പലവിധ ഒഴുക്കുകളും ഒഴുകിപ്പോവാതെ കർത്താവിൽ സ്ഥിരതയോടെ നിൽക്കണമെങ്കിൽ നമുക്ക് അടിസ്ഥാനപരമായി വേണ്ട ഒരു കാര്യം, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ള അറിവ്. അവിടെയാണ് പ്രാർത്ഥന ഉണ്ടാകും, അവിടെയാണ് ശരിയായ ആരാധന ഉണ്ടാകും. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ ആവശ്യങ്ങളുടെ ഒരു നീണ്ട പട്ടികയാകുന്നതിൻ്റെ കാരണം ഈ ബോധ്യം നമുക്കില്ല. ഈ ബോധ്യമുണ്ടെങ്കിൽ, പണ്ടത്തെ പാട്ടുകാരൻ പാടിയത്, അവൻ എന്നെ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. ആ ബോധ്യങ്ങളുടെ ആഴം, പ്രിയ ദൈവമക്കളെ, ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുക. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളു. ദൈവം നമ്മളെ സ്നേഹിച്ചു. ആ സ്നേഹത്തിൻ്റെ ശക്തമായ ഉദാത്തമായ
അടയാളമായി ക്രൂശ് നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ തന്നെ എത്രയോ വഴികളിലൂടെ, എത്രയോ സംഭവങ്ങളിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം ദൈവം നമുക്ക് കാണിച്ചു തന്നു. എന്നാൽ ആ സ്നേഹത്തെക്കുറിച്ചുള്ള ബോധ്യം നമ്മുടെ ആഴത്തിലേക്ക് ഇറങ്ങി ജീവിതത്തിലുള്ള പ്രതിസന്ധികളിൽ, പ്രശ്നങ്ങളുടെ മുൻപിൽ ഒരിക്കൽ പോലും ആ ചോദ്യം ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് ഉയർന്നു വരാത്ത വിധത്തിൽ, മലാക്കിയിൽ ഇസ്രായേൽ മക്കൾ ചോദിച്ചതുപോലെ ഞങ്ങൾ ഏതൊന്നിനാൽ അറിയുമെന്നുള്ള ചോദ്യം വരാത്തതുപോലെ നമ്മുടെ ജീവിതമായി തീരട്ടെ. അവിടെയാണ് ആരാധന ഉണ്ടാകുന്നത്. അവിടെയാണ് ദൈവത്തെ ദുഃഖിപ്പിക്കാൻ ഇടവരാത്ത സംഗതികൾ ഉണ്ടാകുന്നത്. ദൈവം നമ്മെ സ്നേഹിച്ചു, മഹാസ്നേഹത്താൽ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ സ്നേഹിച്ചു. എത്ര വലിയ സ്നേഹം ദൈവം നമുക്ക് തന്നിരിക്കും. ആ സ്നേഹത്തിൽ നമ്മെ തന്നെ സൂക്ഷിച്ച് നമ്മുടെ യാത്ര മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിവരിക്കും.